ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേരള സംസ്ഥാനവുമായി ബന്ധപ്പെട്ട LDC എക്സാമുകൾക്ക് PSC യുടെ മുൻകാല ചോദ്യങ്ങളാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, കേരള സംസ്ഥാനവുമായി ബന്ധപ്പെട്ട LDC എക്സാമുകൾക്ക് ചോദിച്ചുള്ള PSC യുടെ മുൻകാല ചോദ്യങ്ങളാണ്. ഏതൊക്കെ ചോദ്യങ്ങളാണ് കേരള സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് ചോദിച്ചതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായി നമ്മുടെ ചോദ്യം, കേരളത്തിന്റെ കടൽ തീരം എത്ര കിലോമീറ്റർ ദൈർഘ്യമുണ്ട്? ഉത്തരം 580 കിലോമീറ്റർ. കേരളത്തിന്റെ കടൽ തീരം എത്ര കിലോമീറ്റർ ദൈർഘ്യമുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 580 കിലോമീറ്റർ. കൊല്ലം ജില്ലയിൽ കണ്ടുവരുന്ന റേഡിയോ ആക്റ്റീവ് മൂലകമാണ് തോറിയം. കൊല്ലം ജില്ലയിൽ കണ്ടുവരുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം എന്ന് ചോദിച്ചാൽ അത് തോറിയമാണ്. കേരളത്തിൽ ഏറ്റവും കുറച്ച് കടൽ തീരമുള്ള ജില്ല കൊല്ലം ജില്ല. കേരളത്തിൽ ഏറ്റവും കുറച്ച് കടൽ തീരമുള്ള ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊല്ലം ജില്ല. ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല എറണാകുളം ജില്ല. ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും അധികമുള്ള ജില്ല ചോദിച്ചാൽ എറണാകുളം ജില്ല. കേരളത്തിന്റെ നന്മ ഊണ് പദ്ധതി തുടക്കമിട്ടിരിക്കുന്ന ജില്ലാ ഭരണകൂടം എറണാകുളം ജില്ല. കേരളത്തിൽ നന്മ ഊണ് പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുന്ന ജില്ലാ ഭരണകൂടം എറണാകുളം ജില്ലാ ഭരണകൂടം. ഒന്നുകൂടി പറയാം, കേരളത്തിന്റെ കടൽ തീരം എത്ര കിലോമീറ്റർ ദൈർഘ്യമുണ്ടെന്ന് ചോദിച്ചാൽ 580 കിലോമീറ്റർ. കൊല്ലം ജില്ലയിൽ കണ്ടുവരുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം തോറിയം. കേരളത്തിൽ ഏറ്റവും കുറച്ച് കടൽ തീരമുള്ള ജില്ല കൊല്ലം ജില്ല. ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും അധികമുള്ള കേരളത്തിലെ ജില്ല എറണാകുളം ജില്ല. കേരളത്തിൽ നമ്മ ഊണ് പദ്ധതിക്ക് തുടക്കമിട്ട ജില്ലാ ഭരണകൂടം എറണാകുളം ജില്ല. പ്രസിദ്ധമായ പക്ഷിപാതാളം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം വയനാട്. പ്രസിദ്ധമായ പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് വയനാട് ജില്ല. ഏറ്റവും കുറച്ച് ദേശീയ പാതകൾ കടന്നു പോകുന്ന കേരളത്തിലെ ജില്ല വയനാട് ജില്ല. ഏറ്റവും കുറച്ച് ദേശീയ പാതകൾ കടന്നു പോകുന്ന കേരളത്തിലെ ജില്ല വയനാട് ജില്ല. പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം ജില്ല. പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല തിരുവനന്തപുരം ജില്ല. കുമാരനാശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ തോന്നയ്ക്കൽ. അത് തിരുവനന്തപുരം ജില്ലയിലാണ്. കുമാരനാശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തോന്നയ്ക്കലാണ്. തോന്നയ്ക്കൽ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള അസംബ്ലി മണ്ഡലം ചോദിച്ചു കഴിഞ്ഞാൽ മഞ്ചേശ്വരം. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള അസംബ്ലി മണ്ഡലം ചോദിച്ചു കഴിഞ്ഞാൽ അത് മഞ്ചേശ്വരം. കേരളത്തിൽ അവസാനമായി രൂപം കൊണ്ട ജില്ല കാസർഗോഡ് ജില്ല. കേരളത്തിലെ ഏറ്റവും അവസാനമായി രൂപം കൊണ്ട ജില്ല കാസർഗോഡ് ജില്ല. രാജ രവിവർമ്മ ആർട്ട് ഗാലറി സ്ഥിതി ചെയ്യുന്നത് കിളിമാനൂർ തിരുവനന്തപുരം ജില്ല. രാജ രവിവർമ്മ ആർട്ട് ഗാലറി സ്ഥിതി ചെയ്യുന്നത് കിളിമാനൂർ തിരുവനന്തപുരം ജില്ല. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. പ്രസിദ്ധമായ പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലെന്ന് ചോദിച്ചാൽ വയനാട് ജില്ല. ഏറ്റവും കുറച്ച് ദേശീയ പാതകൾ കടന്നു പോകുന്ന കേരളത്തിലെ ജില്ല വയനാട് ജില്ല. പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം ജില്ല. കുമാരനാശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ തോന്നയ്ക്കൽ തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന അസംബ്ലി മണ്ഡലം ചോദിച്ചു കഴിഞ്ഞാൽ അത് മഞ്ചേശ്വരം. കേരളത്തിലെ ഏറ്റവും അവസാനമായി രൂപം കൊണ്ട ജില്ല കാസർഗോഡ് ജില്ല. രാജ രവിവർമ്മ ആർട്ട് ഗാലറി സ്ഥിതി ചെയ്യുന്നത് കിളിമാനൂർ. അത് തിരുവനന്തപുരം ജില്ലയുടെ ഭാഗമാണ്. കേരളത്തിലെ പ്രശസ്ത സുഖവാസ കേന്ദ്രമായ പൊന്മുടി സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം ജില്ല. കേരളത്തിലെ പ്രശസ്തമായ സുഖവാസ കേന്ദ്രമായ പൊന്മുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് തിരുവനന്തപുരം ജില്ല. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടി വയനാട് ജില്ല. മറക്കരുത്, പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടി വയനാട് ജില്ല. കേരള സ്റ്റേറ്റ് റബ്ബർ കോ ഓപ്പറേറ്റീവ് ലിമിറ്റഡിന്റെ ആസ്ഥാനം കണ്ണൂർ ജില്ല. കേരള സ്റ്റേറ്റ് റബ്ബർ കോ ഓപ്പറേറ്റീവ് ലിമിറ്റഡിന്റെ ആസ്ഥാനം കണ്ണൂർ ജില്ല. കേരളത്തിൽ ആദ്യമായി അക്ഷയ പദ്ധതി നടപ്പിലാക്കിയ ജില്ല മലപ്പുറം ജില്ല. കേരളത്തിൽ ആദ്യമായിട്ട് അക്ഷയ പദ്ധതി നടപ്പിലാക്കിയ ജില്ല ചോദിച്ചാൽ അത് മലപ്പുറം ജില്ല. 1933 കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിക്കപ്പെട്ട നഗരം ചോദിച്ചാൽ അത് തിരുവനന്തപുരമാണ്. അപ്പോൾ ഇവിടെ നിന്ന് 2 പോയിന്റ് പഠിക്കാം. കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിക്കപ്പെട്ട നഗരം ചോദിച്ചാൽ തിരുവനന്തപുരം. കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിക്കപ്പെട്ടത് 1933 ആണ്. ഈ 2 പോയിന്റും പഠിക്കണം. 1933 കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിക്കപ്പെട്ട നഗരം ചോദിച്ചാൽ അത് തിരുവനന്തപുരം. കേരളത്തിൽ കുടുംബശ്രീ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ ജില്ല മലപ്പുറം ജില്ല. കേരളത്തിലെ കുടുംബശ്രീ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ ജില്ല ചോദിച്ചാൽ അത് മലപ്പുറം ജില്ലയാണ്. കേരളത്തിലെ ആദ്യത്തെ ഇ പേയ്മെന്റ് ജില്ല മലപ്പുറം ജില്ല. കേരളത്തിലെ ആദ്യത്തെ ഇ പേയ്മെന്റ് ജില്ല മലപ്പുറം ജില്ല. നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്ന ഏഴിമല ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചാൽ അത് കണ്ണൂർ ജില്ലയിൽ. നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്ന ഏഴിമല ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ണൂർ ജില്ലയിലാണ്. ഒന്നുകൂടി പറയാം, കേരളത്തിലെ പ്രശസ്ത സുഖവാസ കേന്ദ്രമായ പൊന്മുടി സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം ജില്ല.
പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ മാനന്തവാടി. കേരള സ്റ്റേറ്റ് റബ്ബർ കോഓപ്പറേറ്റീവ് ലിമിറ്റഡിന്റെ ആസ്ഥാനം കണ്ണൂർ ജില്ല. കേരളത്തിൽ ആദ്യമായി അക്ഷയ പദ്ധതി നടപ്പിലാക്കിയ ജില്ല മലപ്പുറം ജില്ല. 1933 കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിക്കപ്പെട്ട നഗരം തിരുവനന്തപുരം നഗരം. കേരളത്തിൽ കുടുംബശ്രീ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ ജില്ല മലപ്പുറം ജില്ല. കേരളത്തിൽ ആദ്യത്തെ ഇ പേയ്മെന്റ് ജില്ല എന്നറിയപ്പെടുന്നത് മലപ്പുറം ജില്ല. നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്ന ഏഴിമല ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ണൂർ ജില്ല. കുട്ടനാട് ഏത് ജില്ലയുടെ ഭാഗമാണ്? ആലപ്പുഴ ജില്ലയുടെ. കുട്ടനാട് ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു അല്ലെങ്കിൽ ഏത് ജില്ലയുടെ ഭാഗമാണ് എന്ന് ചോദിച്ചാൽ ആലപ്പുഴ ജില്ലയുടെ. ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ല. ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ല. കേരള ഫിഷറീസ് കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരമാണ്. കേരള ഫിഷറീസ് കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിൽ വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള ജില്ല ഇടുക്കി ജില്ല. കേരളത്തിലെ വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള ജില്ല ഇടുക്കി ജില്ല. കേരളത്തിന്റെ നെതർലാൻഡ്സ് എന്നറിയപ്പെടുന്നത് കുട്ടനാട്. കേരളത്തിന്റെ നെതർലാൻഡ്സ് എന്നറിയപ്പെടുന്ന പ്രദേശം കുട്ടനാടാണ്. കേരള സംസ്ഥാനം രൂപം കൊണ്ടതിന് താഴെ പറയുന്നതിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ ഭാഷയുടെ അടിസ്ഥാനത്തിലാണ്. കേരള സംസ്ഥാനം രൂപം കൊണ്ടിരിക്കുന്നത് താഴെ പറയുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ അത് ഭാഷയുടെ അടിസ്ഥാനത്തിലാണ്. കേരളത്തിലെ ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള താലൂക്ക് കുന്നത്തൂർ താലൂക്ക്. കേരളത്തിലെ ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള താലൂക്ക് കുന്നത്തൂർ താലൂക്ക്. കേരളത്തിൽ ATM സംവിധാനം ആദ്യമായി നിലവിൽ വന്ന ജില്ല തിരുവനന്തപുരം ജില്ല. കേരളത്തിലെ ATM സംവിധാനം ആദ്യമായി നിലവിൽ വന്ന ജില്ല തിരുവനന്തപുരം ജില്ല. ഒന്നുകൂടി പറയാം. കുട്ടനാട് ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ആലപ്പുഴ ജില്ല. ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചാൽ ഇടുക്കി ജില്ല. കേരള ഫിഷറീസ് കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരം. കേരളത്തിൽ വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള ജില്ല ഇടുക്കി ജില്ല. കേരളത്തിന്റെ നെതർലാൻഡ്സ് എന്നറിയപ്പെടുന്നത് കുട്ടനാട്. കേരള സംസ്ഥാനം രൂപം കൊണ്ടത് താഴെ പറയുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ചോദിച്ചാൽ ഭാഷയുടെ അടിസ്ഥാനത്തിലാണ്. കേരളത്തിലെ ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള താലൂക്ക് കുന്നത്തൂർ താലൂക്ക്. കേരളത്തിൽ ATM സംവിധാനം ആദ്യമായി നിലവിൽ വന്ന ജില്ല തിരുവനന്തപുരം ജില്ല. കേരളത്തിൽ ആദ്യത്തെ കോളേജ് സ്ഥാപിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ അത് കോട്ടയത്താണ്. കേരളത്തിലെ ആദ്യത്തെ കോളേജ് സ്ഥാപിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ അത് കോട്ടയത്താണ്. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ ജില്ല മലപ്പുറം ജില്ല. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ ജില്ല മലപ്പുറം ജില്ല. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല കണ്ണൂർ ജില്ല. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല കണ്ണൂർ ജില്ല. അരുവിക്കുഴി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല കോട്ടയം ജില്ല. അരുവിക്കുഴി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല കോട്ടയം ജില്ല. കേരളത്തിൽ സമുദ്രനിരപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്ന പ്രദേശം കുട്ടനാട്. കേരളത്തിലെ സമുദ്രനിരപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്ന പ്രദേശം കുട്ടനാടാണ്. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത് വെങ്ങാനൂര്. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത് വെങ്ങാനൂര്. കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ MT വാസുദേവൻ നായർ മ്യൂസിയം നിർമ്മിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ. കേരള സർക്കാരിന്റെ നേതൃത്വത്തിലെ MT വാസുദേവൻ നായർ മ്യൂസിയം നിർമ്മിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ. കേരള കുണ്ട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം ജില്ല. കേരളം കുണ്ട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം ജില്ല. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കേരളത്തിൽ ആദ്യത്തെ കോളേജ് സ്ഥാപിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ അത് കോട്ടയത്താണ്. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ ജില്ല മലപ്പുറം ജില്ല. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല കണ്ണൂർ ജില്ല. അരുവിക്കുഴി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല കോട്ടയം ജില്ല. കേരളത്തിൽ സമുദ്രനിരപ്പിൽ താഴെയായി സ്ഥിതി ചെയ്യുന്ന പ്രദേശം കുട്ടനാട്. കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ പഞ്ചായത്ത് വെങ്ങാനൂർ. കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ MT വാസുദേവൻ നായർ മ്യൂസിയം നിർമ്മിക്കുന്നത് കോഴിക്കോടാണ്. കേരളം കുണ്ടുവെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം ജില്ല. പഠിക്കുക. ഫാൻറ്റം റോക്ക് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട് ജില്ല. ഫാൻറ്റം റോക്ക് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് വയനാട് ജില്ല. മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കോഴിക്കോട് ജില്ല. പഠിച്ചോളണേ. മലബാർ ബൊട്ടാണിക്കൽ ഗാർഡന്റെ ആസ്ഥാനം അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് കോഴിക്കോട് ജില്ല. പഴശ്ശിരാജ ആർട്ട് ഗാലറി സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. പഴശ്ശിരാജ ആർട്ട് ഗാലറി സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചാൽ കോഴിക്കോട് ജില്ല. കേരളത്തിൽ മഹാശിലാസ്മാരകങ്ങൾ കണ്ടെത്തിയ ആനക്കര ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ല. കേരളത്തിലെ മഹാശിലാസ്മാരകങ്ങൾ കണ്ടെത്തിയ ആനക്കര ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാലക്കാട് ജില്ല. കേരളത്തിൽ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ജില്ല ഇടുക്കി ജില്ല. കേരളത്തിലെ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ജില്ല ഇടുക്കി ജില്ല. ദക്ഷിണ വ്യോമ കമാൻഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. ചോദിച്ചിട്ടുണ്ട് ഒരുപാട് തവണ. ദക്ഷിണ വ്യോമ കമാൻഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. വയനാട്ടിലെ ഗണപതി വട്ടത്തിന് ഇപ്പോഴത്തെ പേര് സുൽത്താൻ ബത്തേരി. ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള പോയിന്റ് ആണ്. ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ചിട്ട് വയനാട്ടിലെ ഗണപതി വട്ടത്തിന് ഇപ്പോഴത്തെ പേരെന്താണ്? സുൽത്താൻ ബത്തേരി എന്നാണ്.
കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം പീച്ചിയാണ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം പീച്ചിയാണ്. ഒന്നും കൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഫാൻറ്റം റോക്ക് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട് ജില്ല. മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിൽ എന്ന് ചോദിച്ചാൽ കോഴിക്കോട് ജില്ലയിൽ. പഴശ്ശിരാജ ആർട്ട് ഗാലറി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോട് ജില്ലയില്. കേരളത്തിൽ മഹാശിലാ സ്മാരകങ്ങൾ കണ്ടെത്തിയ ആനക്കര ഏത് ജില്ലയിലെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിൽ. കേരളത്തിൽ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ജില്ല ഇടുക്കി ജില്ല. ദക്ഷിണ വ്യോമ കമാൻഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. വയനാട്ടിലെ ഗണപതി വട്ടത്തിന്റെ ഇപ്പോഴത്തെ പേര് സുൽത്താൻ ബത്തേരി എന്നാണ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം പീച്ചിയാണ്. മലയാള സർവകലാശാലയുടെ ആസ്ഥാനം തിരൂര്. മലയാള സർവകലാശാലയുടെ ആസ്ഥാനം തിരൂരാണ്. കൃഷ്ണഗിരി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല വയനാട് ജില്ല. കൃഷ്ണഗിരി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല വയനാട് ജില്ല. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ല. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ല. ഇന്ത്യയിൽ കയർ വ്യവസായത്തിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഏത് സംസ്ഥാനത്തെന്ന് ചോദിച്ചാൽ അത് കേരളമാണ്. ഇന്ത്യയിൽ കയർ വ്യവസായം ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ കയർ വ്യവസായം ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് കേരള സംസ്ഥാനത്തിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ജില്ല. പഠിക്കുക, കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ജില്ല. കേരളത്തിലെ ആദ്യത്തെ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ നിലവിൽ വന്നത് ഗുരുവായൂർ. കേരളത്തിലെ ആദ്യത്തെ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ നിലവിൽ വന്നത് ഗുരുവായൂർ. രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല വയനാട് ജില്ല. രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല വയനാട് ജില്ല. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, മലയാള സർവകലാശാലയുടെ ആസ്ഥാനം തിരൂരാണ്. കൃഷ്ണഗിരി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല വയനാട് ജില്ല. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം ജില്ല. ഇന്ത്യയിൽ കയർ വ്യവസായം ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് കേരള സംസ്ഥാനത്തിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ജില്ല. കേരളത്തിലെ ആദ്യത്തെ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ നിലവിൽ വന്നത് ഗുരുവായൂർ. രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല ചോദിച്ചാൽ അത് വയനാട് ജില്ല. കേരളത്തിലെ 6ാമത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സ്ഥാപിതമായത് മഞ്ചേരി മലപ്പുറം. കേരളത്തിലെ 6ാമത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സ്ഥാപിതമായത് എവിടെയെന്ന് ചോദിച്ചാൽ മഞ്ചേരി മലപ്പുറം. കേരളത്തിൽ SCRTയുടെ ആസ്ഥാനം ചോദിച്ചാൽ അത് തിരുവനന്തപുരമാണ്. കേരളത്തിൽ SCRTയുടെ ആസ്ഥാനം ചോദിച്ചാൽ അത് തിരുവനന്തപുരമാണ്. കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ഏക ജില്ല കാസർഗോഡ് ജില്ല. കേരളത്തിലെ പുകയില കൃഷി ചെയ്യുന്ന ഏക ജില്ല കാസർഗോഡ് ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ് ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ് ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള ജില്ല കോഴിക്കോട് ജില്ല. പഠിക്കുക, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള ജില്ല കോഴിക്കോട് ജില്ല. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ ജില്ല. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ ജില്ല. കേരളത്തിൽ സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രാമപഞ്ചായത്ത് മാങ്കുളം. കേരളത്തിൽ സ്വന്തമായിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രാമപഞ്ചായത്ത് മാങ്കുളം. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, കേരളത്തിലെ 6ാമത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സ്ഥാപിതമായത് മഞ്ചേരി, അത് മലപ്പുറം ജില്ലയിലാണ്. കേരളത്തിൽ SCRTയുടെ ആസ്ഥാനം തിരുവനന്തപുരം. കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ഏക ജില്ല കാസർഗോഡ് ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല കാസർഗോഡ് ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള ജില്ല കോഴിക്കോട്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ ജില്ല. കേരളത്തിൽ സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രാമപഞ്ചായത്ത് മാങ്കുളം ഗ്രാമപഞ്ചായത്ത്. പഠിക്കുക, കേരളത്തിൽ ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം ചിറക്കൽ കണ്ണൂര്. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം ചിറക്കൽ കണ്ണൂർ ജില്ല. മലബാർ സിമന്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വാളയാറ്. മലബാർ സിമന്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വാളയാറാണ്. കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ കർണാടക ജില്ലയുടെ ഭാഗമായിരുന്ന ഏത് താലൂക്കാണ് കേരളത്തിനോടൊപ്പം കൂട്ടിച്ചേർക്കപ്പെട്ടത്? ഹോസ്ദുർഗ്. കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ കർണാടക സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന ഏത് താലൂക്കാണ് കൂട്ടിച്ചേർക്കപ്പെട്ടത്? ഉത്തരം ഹോസ്ദുർഗ് ആണ്. കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ കർണാടക സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന ഏത് താലൂക്കാണ് കേരള സംസ്ഥാനത്തിന്റെ ഭാഗമായി കൂട്ടിച്ചേർക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ അത് ഹോസ്ദുർഗ് ആണ്. ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം പൈനാവ്. ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം പൈനാവ്. ഇന്ത്യയിൽ ആദ്യത്തെ സോയിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്, അത് പറോട്ടുകോണത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ സോയിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ പറോട്ടുകോണത്താണ്. പ്രസിദ്ധമായ രഥോത്സവത്തിന് പേര് കേട്ട കേരളത്തിലെ ജില്ല പാലക്കാട് ജില്ല. നമ്മുടെ കൽപ്പാത്തി രഥോത്സവമാണ് കേട്ടോ. പ്രസിദ്ധമായ രഥോത്സവത്തിന് പേര് കേട്ട കേരളത്തിലെ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് പാലക്കാട് ജില്ല. കേരളത്തിന്റെ സുഗന്ധവ്യഞ്ജന കലവറ എന്നറിയപ്പെടുന്ന ജില്ല ഇടുക്കി ജില്ല. കേരളത്തിന്റെ സുഗന്ധവ്യഞ്ജന കലവറ എന്നറിയപ്പെടുന്ന ജില്ല ഇടുക്കി ജില്ല. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട് ജില്ല. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല
കോഴിക്കോട് ജില്ല. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം ചിറക്കൽ, കണ്ണൂർ ജില്ല. മലബാർ സിമന്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ വാളയാറാണ്. കേരള സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ കർണാടക സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന ഏത് താലൂക്കിനെയാണ് കേരളത്തിനോടൊപ്പം കൂട്ടിച്ചേർത്തതെന്ന് ചോദിച്ചാൽ ഹോസ്ദുർഗ്. ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം പൈനാവ്. ഇന്ത്യയിലെ ആദ്യത്തെ സോയിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് പറോട്ടുകോണം. പ്രസിദ്ധമായ രഥോത്സവത്തിന് പേരുകേട്ട കേരളത്തിലെ ജില്ല പാലക്കാട് ജില്ല. കേരളത്തിലെ സുഗന്ധവ്യഞ്ജന കലവറ എന്നറിയപ്പെടുന്ന ജില്ല ഇടുക്കി ജില്ല. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട് ജില്ല. പഠിക്കുക. തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ കാണപ്പെടുന്ന നിക്ഷേപം ലിഗ്നൈറ്റിന്റെ നിക്ഷേപം. തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ കാണപ്പെടുന്നത് എന്തിന്റെ നിക്ഷേപം എന്ന് ചോദിച്ചാൽ അത് ലിഗ്നൈറ്റിന്റെ നിക്ഷേപമാണ്. കേരളത്തിലെ ആദ്യത്തെ അന്തർദേശീയ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ അന്തർദേശീയ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിൽ. പട്ടികജാതിക്കാർ കൂടുതലുള്ള ജില്ല പാലക്കാട് ജില്ല. പട്ടികജാതിക്കാർ കൂടുതലുള്ള ജില്ല പാലക്കാട് ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല പാലക്കാട് ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല പാലക്കാട് ജില്ല. മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ആലപ്പുഴ ജില്ല. മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ആലപ്പുഴ ജില്ല. കേരളത്തിലെ പ്രഥമ ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ല. കേരളത്തിലെ പ്രഥമ അല്ലെങ്കിൽ ആദ്യത്തെ ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ല. കേന്ദ്ര തെങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ആലപ്പുഴ ജില്ല. കേന്ദ്ര തെങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ആലപ്പുഴ ജില്ല. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ കാണപ്പെടുന്ന നിക്ഷേപം എന്തെന്ന് ചോദിച്ചാൽ അത് ലിഗ്നൈറ്റിന്റെ നിക്ഷേപമാണ്. കേരളത്തിലെ ആദ്യത്തെ അന്തർദേശീയ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. പട്ടികജാതിക്കാർ കൂടുതലുള്ള ജില്ല പാലക്കാട് ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല പാലക്കാട് ജില്ല. മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ ആലപ്പുഴ ജില്ലയിലാണ്. കേരളത്തിലെ പ്രഥമ ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ല. കേന്ദ്ര തെങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ആലപ്പുഴ ജില്ല. പഠിക്കുക. കേന്ദ്ര നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം കൊച്ചി. കേന്ദ്ര നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം കൊച്ചി. കേരളത്തിലെ കോൾ നിലം എന്നറിയപ്പെടുന്നത് ഏത് ജില്ലയാണ്? തൃശൂർ ജില്ല. കേരളത്തിലെ കോൾ നിലം എന്നറിയപ്പെടുന്ന ജില്ല എന്ന് ചോദിച്ചാൽ അത് തൃശൂർ ജില്ലയാണ്. കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രം കോട്ടൂരാണ്. കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രം കോട്ടൂരാണ്. കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ സംസ്ഥാനമായി തിരഞ്ഞെടുത്ത വർഷം 2002. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ സംസ്ഥാനമായി തിരഞ്ഞെടുത്ത വർഷം 2002. ഏറ്റവും കുറച്ച് ആദിവാസികളുള്ള ജില്ല ആലപ്പുഴ ജില്ല. ഏറ്റവും കുറച്ച് ആദിവാസികളുള്ള ജില്ല ആലപ്പുഴ ജില്ല. കേരള വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ആസ്ഥാനം ആലപ്പുഴ. കേരള വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ആസ്ഥാനം ആലപ്പുഴ. വ്യാവസായിക വൽക്കരണത്തിന്റെ കാര്യത്തിൽ കേരളത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ല എറണാകുളം ജില്ല. വ്യാവസായിക വൽക്കരണത്തിന്റെ കാര്യത്തിൽ കേരളത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ല എറണാകുളം ജില്ല. കേരളത്തിൽ യഹൂദന്മാരുടെ ആരാധനാലയം സ്ഥിതി ചെയ്യുന്നത് മട്ടാഞ്ചേരി. കേരളത്തിലെ യഹൂദന്മാരുടെ ആരാധനാലയം സ്ഥിതി ചെയ്യുന്നത് മട്ടാഞ്ചേരി. കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല പാലക്കാട് ജില്ല. കേരളത്തിലെ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല പാലക്കാട് ജില്ല. ഒന്നുകൂടി പറയാം, കേന്ദ്ര നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം കൊച്ചി. കേരളത്തിലെ കോൾ നിലം സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ല. കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രം കോട്ടൂര്. കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ സംസ്ഥാനമായി തിരഞ്ഞെടുത്ത വർഷം 2002. ഏറ്റവും കുറവ് ആദിവാസികളുള്ള ജില്ല ആലപ്പുഴ. കേരള വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ആസ്ഥാനം ആലപ്പുഴ. വ്യാവസായിക വൽക്കരണത്തിന്റെ കാര്യത്തിൽ കേരളത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ല എറണാകുളം ജില്ല. കേരളത്തിലെ യഹൂദന്മാരുടെ ആരാധനാലയം സ്ഥിതി ചെയ്യുന്നത് മട്ടാഞ്ചേരി. കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല പാലക്കാട് ജില്ല. പഠിക്കുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല വയനാട് ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല വയനാട് ജില്ല. ഏറ്റവും കൂടുതൽ അന്യസംസ്ഥാന തൊഴിലാളികളുള്ള ജില്ല പാലക്കാട് ജില്ല. 2011 സെൻസസ് പ്രകാരമാണ് കേട്ടോ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അന്യസംസ്ഥാന തൊഴിലാളികളുള്ള ജില്ല പാലക്കാട് ജില്ല. കേരളത്തിലെ ആന പരിശീലന കേന്ദ്രം ചോദിച്ചാൽ അത് കോടനാട്. കേരളത്തിലെ ആന പരിശീലന കേന്ദ്രം ചോദിച്ചാൽ അത് കോടനാട്. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് പ്രോജക്ട് സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം നീണ്ടകര. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് പ്രോജക്ട് സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം നീണ്ടകര. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ പഞ്ചായത്ത് പാമ്പാക്കൂട. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ പഞ്ചായത്ത് പാമ്പാക്കൂട. ആറളം ഫാം സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ ജില്ല. ആറളം ഫാം സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ ജില്ല. കൊടുങ്ങല്ലൂരിന്റെ പഴയ പേര് മുസിരിസ്. കൊടുങ്ങല്ലൂരിന്റെ പഴയ പേര് മുസിരിസ് എന്നാണ്.
കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്ന ജില്ല കണ്ണൂർ ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്ന ജില്ല കണ്ണൂർ ജില്ല. എക്സൽ ഗ്ലാസ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ആലപ്പുഴ ജില്ല. എക്സൽ ഗ്ലാസ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ആലപ്പുഴ ജില്ല. ഒന്നുകൂടി പറയാം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല വയനാട് ജില്ല. ഏറ്റവും കൂടുതൽ അന്യസംസ്ഥാന തൊഴിലാളികൾ ഉള്ള ജില്ല പാലക്കാട് ജില്ല. കേരളത്തിലെ ആന പരിശീലന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോടനാട്. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് പ്രോജക്ട് സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം നീണ്ടകര. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ പഞ്ചായത്ത് പാമ്പാക്കൂട. ആറളം ഫാം സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ ജില്ല. കൊടുങ്ങല്ലൂരിന്റെ പഴയ പേര് മുസിരിസ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്ന ജില്ല കണ്ണൂർ ജില്ല. എക്സൽ ഗ്ലാസ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല എന്ന് ചോദിച്ചാൽ ആലപ്പുഴ ജില്ല. കേരളത്തിൽ ഏത് ജില്ലയിലാണ് ഹാൻഡ് വീവ് ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്? കണ്ണൂരാണ്. കേരളത്തിലെ ഏത് ജില്ലയിലാണ് ഹാൻഡ് വീവിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ അത് കണ്ണൂരാണ്. കേരളത്തിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിന്റെ സ്ഥിരം ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത് വിതുരയാണ്. കേരളത്തിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിന്റെ സ്ഥിരം ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയും ചോദിച്ചാൽ അത് വിതുരയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇ പേയ്മെന്റ് ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരം. ഇന്ത്യയിലെ ആദ്യത്തെ ഇ പേയ്മെന്റ് ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരം. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് കേരളത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ അത് ഐരാപുരമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് കേരളത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ അത് ഐരാപുരമാണ്. കേരളത്തിൽ അവസാനമായി രൂപം കൊണ്ട കോർപ്പറേഷൻ കണ്ണൂർ കോർപ്പറേഷൻ. കേരളത്തിലെ അവസാനമായി രൂപം കൊണ്ട കോർപ്പറേഷൻ കണ്ണൂർ കോർപ്പറേഷൻ. കേരളത്തിലെ പ്രമുഖ മത്സ്യബന്ധന കേന്ദ്രമായ നീണ്ടകര സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ജില്ല. കേരളത്തിലെ പ്രമുഖ മത്സ്യബന്ധന കേന്ദ്രമായ നീണ്ടകര സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ജില്ല. പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമായ ഗവി സ്ഥിതി ചെയ്യുന്ന ജില്ല പത്തനംതിട്ട ജില്ല. വിനോദസഞ്ചാര കേന്ദ്രമായ ഗവി സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചാൽ അത് പത്തനംതിട്ട ജില്ലയാണ്. ഒന്നുകൂടി പറയാം, കേരളത്തിലെ ഏത് ജില്ലയിലാണ് ഹാൻഡ് വീവിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ കണ്ണൂര്. കേരളത്തിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിന്റെ സ്ഥിരം ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത് വിതുര. ഇന്ത്യയിലെ ആദ്യത്തെ ഇ പേയ്മെന്റ് ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരം. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് കേരളത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ ഐരാപുരം. കേരളത്തിൽ അവസാനമായി രൂപം കൊണ്ട കോർപ്പറേഷൻ കണ്ണൂർ കോർപ്പറേഷൻ. കേരളത്തിലെ പ്രമുഖ മത്സ്യബന്ധന കേന്ദ്രമായ നീണ്ടകര സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ജില്ല. പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമായ ഗവി സ്ഥിതി ചെയ്യുന്ന ജില്ല പത്തനംതിട്ട ജില്ല. കേരള പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ല. കേരള പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ല. ദേശീയപാതയുടെ ആകെ നീളത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ജില്ല എറണാകുളം ജില്ല. ദേശീയപാതയുടെ ആകെ നീളത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ജില്ല ചോദിച്ചാൽ എറണാകുളം ജില്ല. കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് തിരുവനന്തപുരം. കേരളത്തിൽ ആദ്യമായി എല്ലാ വീടുകളിലും വൈദ്യുത കണക്ഷൻ നൽകിയ ഗ്രാമപഞ്ചായത്ത് കണ്ണാടി. കേരളത്തിൽ ആദ്യമായി എല്ലാ വീടുകളിലും വൈദ്യുത കണക്ഷൻ നൽകിയ ഗ്രാമപഞ്ചായത്ത് കണ്ണാടി. കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മിൽ സ്ഥാപിതമായത് പുനലൂരാണ്. കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മിൽ സ്ഥാപിതമായത് പുനലൂരാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ കൃഷി ചെയ്യുന്ന ജില്ല എറണാകുളം ജില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ കൃഷി ചെയ്യുന്ന ജില്ല ചോദിച്ചാൽ എറണാകുളം ജില്ല. കേരളത്തിലെ ആദ്യത്തെ തീരദേശ പോലീസ് സ്റ്റേഷൻ ആരംഭിച്ചത് നീണ്ടകര. കേരളത്തിലെ ആദ്യത്തെ തീരദേശ പോലീസ് സ്റ്റേഷൻ ആരംഭിച്ചത് നീണ്ടകരയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, കേരള പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ജില്ല. ദേശീയപാതയുടെ ആകെ നീളത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ജില്ല എറണാകുളം ജില്ല. കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യമായി എല്ലാ വീടുകളിലും വൈദ്യുത കണക്ഷൻ എത്തിയ ഗ്രാമപഞ്ചായത്ത് കണ്ണാടി. കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മിൽ സ്ഥാപിതമായത് പുനലൂര്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന ജില്ല എറണാകുളം ജില്ല. കേരളത്തിലെ ആദ്യത്തെ തീരദേശ പോലീസ് സ്റ്റേഷൻ ആരംഭിച്ചത് നീണ്ടകരയാണ്. ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ കേരള സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് LDC എക്സാമുകൾക്ക് മുൻകാലങ്ങളിൽ ചോദിച്ച PSCയുടെ ചോദ്യങ്ങൾ. ഈ ഭാഗങ്ങൾ സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കുക. സ്റ്റേറ്റ്മെന്റ് ലെവലും PSC ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. അതുകൊണ്ട് 2-3 തവണ സുഹൃത്തുക്കൾ വീഡിയോ കണ്ട് ഇതങ്ങ് മനസ്സിരുത്തി പഠിക്കുക. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളിലെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം. ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക.